തിരുവനന്തപുരത്ത് നിന്ന് 14-കാരിയെ കാണാനില്ല എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ആ കുട്ടിയെ കണ്ടെത്തിയിരിക്കുകയാണ്. ഹൈദരാബാദിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുകയാണ് ഹൈദരാബാദിൽ നിന്ന്. എങ്ങനെയാണ് വിവരങ്ങൾ? സമയത്ത് മുമ്പാണ് കുടുംബത്തിന് ഇത്തരത്തിൽ വിവരം ലഭിച്ചിരിക്കുന്നത്. 14-കാരിയെ കണ്ടെത്തി എന്ന വിവരം കുടുംബത്തിന് അന്വേഷണ സംഘം കൈമാറിയത്. ഹൈദരാബാദിൽ നിന്നും കണ്ടെത്തി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കുട്ടിയെ കണ്ടെത്തിയ ശേഷം സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും ബന്ധുക്കളെ ഹൈദരാബാദിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളും ആരംഭിക്കുകയും ചെയ്തു. അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച വിവരം പോലീസിൽ ലഭിക്കുകയും പോലീസ് അത് കുടുംബത്തിന് കൈമാറുകയും ചെയ്തത്. കഴിഞ്ഞ 9-ാം തീയതി വെള്ളിയാഴ്ചയാണ് കുട്ടിയെ കാണാതാകുന്നത്. പുലർച്ചെ 5:30 വീട്ടിൽ നിന്നും വീട് വിട്ടിറങ്ങുകയായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അവിടെ നിന്ന് ട്രെയിൻ കയറുന്നതായിട്ടുള്ള ദൃശ്യങ്ങളും പോലീസിൽ ലഭിച്ചിരുന്നു. ഇതടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ആദ്യം മംഗലാപുരത്തേക്ക് പോയി എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ആദ്യം ലഭിച്ച വിവരം. അതോടൊപ്പം തന്നെ തൃശൂർ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയിരുന്നു. അതിനിടയിലാണ് കുട്ടിയെ കണ്ടുകിട്ടിയെന്ന വാർത്താ വിവരം ഇപ്പോൾ അന്വേഷണ സംഘത്തിനും ലഭിക്കുന്നത്. അങ്ങനെയാണ് ഈ വിവരം കുടുംബത്തിന് കൈമാറിയത്. കൂടുതൽ വിവരങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല. എങ്ങനെയാണ് കണ്ടുകിട്ടിയത്, ഹൈദരാബാദിൽ എവിടെ നിന്നാണ് കുട്ടിയെ കണ്ടുകിട്ടിയത് എന്നത് അടക്കമുള്ള വിവരങ്ങൾ ഇനി ലഭിക്കേണ്ടിയിരിക്കുന്നു. ഇതേക്കുറിച്ചൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല. എന്തായാലും വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. 14 വയസ്സുകാരിയാണ്, 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കാണാതായത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയെന്ന വാർത്ത വലിയ ആശ്വാസകരമായ വാർത്തയാണ് ലഭിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നതിനുള്ള കാരണം എന്താണ് എന്നത് ഒന്നും അതിനൊരു കൃത്യത നിലവിലില്ല. കാരണം വീട് വിട്ടിറങ്ങിപ്പോകാൻ പുലർച്ചെ 5 മണിയോടുകൂടിയാണ് വീടിലെ വാതിലുകൾ പൂട്ടിയ ശേഷം ഇറങ്ങിപ്പോകും. മുൻപിലെയും പിൻവശത്തെയും വാതിലുകൾ പൂട്ടിയ ശേഷം ഇറങ്ങിപ്പോകുകയായിരുന്നു കുട്ടി. അതുകൊണ്ട് തന്നെ കുട്ടി ഈ വീട് വിട്ട് ഇറങ്ങിയതിന്റെ കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി ഇപ്പോൾ പോലീസ് അന്വേഷിക്കും. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള വിഷയം. പ്രശാന്ത്, ഈ പെൺകുട്ടി പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ വാർത്ത ആ സമയത്ത് പുറത്തു വന്നിരുന്നു. ഏതായാലും 4 ദിവസത്തിന് ശേഷം പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുകയാണ്. എന്തായാലും ആശ്വാസകരമായ ഒരു വാർത്തയാണ് അല്ലേ പ്രശാന്ത്? തീർച്ചയായും വലിയ ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. അങ്ങനെ ഒരു ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു. കാരണം പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ വഴക്ക് പറഞ്ഞു എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ നിൽക്കുന്നു. അതിലൊന്നും കൃത്യമായ ഒരു വ്യക്തത നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഇത് കേട്ട് അറിവ് മാത്രമാണ് നിലവിലുള്ളത്. അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാകാൻ ചിലപ്പോൾ നാട് വിട്ടു പോയത് അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങാൻ പ്രേരിപ്പിച്ചത് എന്നതൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ചില സംശയങ്ങൾ. എന്തായാലും ഇതടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. DWC അധികൃതർ വീട്ടിലെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ വീട്ടുകാരുടെയും അതോടൊപ്പം സമീപ പ്രദേശത്ത് താമസിക്കുന്നവരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട കുട്ടിയെ വീട് വിട്ടിറങ്ങുന്നതിനുള്ള കാരണം എന്താണെന്ന് അടക്കം അന്വേഷിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഏറ്റവും ആശ്വാസകരം എന്ന് പറയുന്നത് പെൺകുട്ടിയെ കണ്ടെത്തിയെന്നത് തന്നെയാണ്. കുടുംബത്തിനും വളരെ ആശ്വാസമായിരിക്കുന്നു. അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും വളരെ ആശ്വാസകരമായ ഒരു നിമിഷം തന്നെയാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഹൈദരാബാദിൽ നിന്നും ഈ പെൺകുട്ടിയെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കണ്ടെത്തി എന്നതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഈ നിമിഷം പങ്കുവയ്ക്കാനുള്ള. ഓക്കെ പ്രശാന്ത്, തിരുവനന്തപുരത്ത് കരുമത്ത് നിന്ന് കാണാതായ 14 വയസ്സുകാരിയെ കണ്ടെത്തിയിരിക്കുകയാണ്. ഹൈദരാബാദിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. സുരക്ഷിത കേന്ദ്രത്തിലേക്ക് കുട്ടിയെ മാറ്റിയിട്ടുണ്ട്. വീട്ടുകാരെ വിവരം അറിയിച്ചിട്ടുമുണ്ട്. വിവരങ്ങളാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകിയത്.